ഈ ചൂടുകാലത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുടി കൊഴിയുകയും ചെയ്യും. നമുക്ക് മുടി ശരിക്കും ഒട്ടും തന്നെ ഉള്ളില്ലാത്ത രീതിയിൽ മുടിയായി പോകുമല്ലേ. അപ്പം ഇതുപോലെ നിങ്ങളുണ്ടല്ലോ, ഈ കയ്യോന്നി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കയ്യോന്നി നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് തലയിൽ താളിയായിട്ട് തേച്ചിക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിലും മാറും. മുടി നല്ല കട്ട കറുപ്പോട് കൂടി എളുപ്പത്തിൽ ഫാസ്റ്റായിട്ട് വളരാനായിട്ട് നല്ല ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അതല്ല, ഈ ഒരു കയ്യോന്നി നമുക്ക് തലമുടിക്ക് നല്ല കറുപ്പും തിളക്കമൊക്കെ കിട്ടാനായിട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് എണ്ണ കാച്ചാതെ തന്നെ ഇത് ഉണക്കി പൊടിച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് സാധാ വെളിച്ചെണ്ണയിലോ നല്ലെണ്ണയിലോ ഇട്ട് വെക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇത് നല്ല വേനൽക്കാലമല്ലേ, നമ്മളിപ്പോൾ അത് പറിച്ച് കൊണ്ടുവന്നിട്ടൊക്കെ നമ്മൾ ഒറ്റ ദിവസം വച്ച് വെളിയിലിരുന്നാൽ തന്നെ അത് ഉണങ്ങിപ്പോവും. അപ്പം നിങ്ങളത് പറിച്ച് കൊണ്ടുവന്നിട്ട് ഒരു കപ്പിലോ എന്തെങ്കിലും ഒരു ചെറിയൊരു കുഴിയുള്ള എന്തെങ്കിലും പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഒരാഴ്ചയൊക്കെ അവിടെ ഇരുന്നോളൂ, നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇനിയിപ്പോൾ ഒരു മാസമൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ മുടി കൊഴിച്ചിലും മാറും. മുടി വളരാനായിട്ട് ബെസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് തേക്കാവേ. കുട്ടികൾക്ക് നിങ്ങൾ തേക്കുമ്പം ഒരു 2-3 ഒന്നിൽ പനിക്കൂർക്കയുടെ ഇലോ തുളസിയുടെ ഇലോ ഇട്ടോ കേട്ടോ. കാരണം തണുപ്പാണ്, നീർക്കിട്ട് വീഴും. അപ്പം നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ ചെമ്പരത്തിയുടെ ഇല ഒരു 5-10 ചെമ്പരത്തിയുടെ ഇല ഉണ്ടെങ്കിൽ ഇട്ടോ. കഞ്ഞിവെള്ളമാണ് കേട്ടോ, റൈസ് വാട്ടറാണ് കേട്ടോ ഇപ്പോൾ എടുത്ത് ഒഴിച്ചേക്കുന്നത്. ഇന്നത്തെ കഞ്ഞിവെള്ളം മതി, തലേന്നത്തെ കഞ്ഞിവെള്ളം വേണ്ട. അപ്പോൾ ഇന്നത്തെ കഞ്ഞിവെള്ളം കൂടെ ഉഴുത്ത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പം കുട്ടികൾക്ക് തേക്കുമ്പം നമുക്ക് ഈ തുളസിയുടെ ഇലയോ പനിക്കൂർക്കയുടെ ഇല ഇടുവാണെങ്കിൽ നീർക്കെട്ട് വീഴാതിരിക്കും. കാരണം ഈ കയ്യോന്നിക്കും കഞ്ഞിവെള്ളത്തിനും ചെമ്പരത്തിക്കൊക്കെ തണുപ്പാണ്. അപ്പം നമുക്ക് തലമുടിക്ക് നല്ല ഒരു ഉറക്കവും കിട്ടും, തണുപ്പും കിട്ടും, മുടി കൊഴിച്ചിലും മാറാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ. ഒരു കറുത്ത നമ്മൾ തന്നെ അരക്കുന്നതിൽ നല്ല കറുപ്പ് കളറായിട്ട് കിട്ടും. അപ്പോൾ ഈ ചെമ്പരത്തിയുടെ ആ ഒരു ഇലയുടെ കൂട്ടത്തിൽ അരച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഒരു നല്ല ഡാർക്ക് ഒരു കറുപ്പ് ചേർന്നേക്കുന്ന ഒരു പച്ച കളറായിട്ട് ആയിക്കോ വന്നേക്കുന്നത്. ഇത് മുടിക്ക് നല്ല കറുപ്പും കിട്ടും, മുടി വളരാനും നല്ലതാണ്. അപ്പം എണ്ണ കാച്ചി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഈ ഒരു കയ്യോന്നി. അപ്പം ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം നല്ലൊരു ഗുണം കിട്ടുന്ന ഒന്നാണ് കയ്യോന്നി. അപ്പം ഇതിങ്ങനെ നിങ്ങൾ താളയായിട്ട് തലയിൽ തേക്കിട്ടോ. ബോയ്സിനും ഗേൾസിനും ഒരുപോലെ തേക്കാം. നിങ്ങൾക്ക് ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഒന്ന് തേച്ച് നോക്ക്. ഒഴിവ് ദിവസം അവിടെ നിന്ന് തന്നെ ഇല്ല, നമുക്കിപ്പം ഒന്ന് ചെറുതായിട്ട് അരിച്ചെടുത്തിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അരിച്ചൊക്കെ എടുത്ത് തേക്കുവാണെങ്കിൽ തലയിൽ കൂടെ ഇങ്ങനെ പൊടി തടയാതിരിക്കും കേട്ടോ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത് നിങ്ങൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് തലയിൽ തേച്ചോ. ഇനിയിപ്പം ഷാമ്പു ഇതിലൊക്കെ മിക്സ് ചെയ്ത് തേക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഷാമ്പു വേണമെങ്കിൽ തുള്ളി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ തലയിൽ തേക്കാം. ഇല്ലയെന്ന് വെച്ചും കുഴപ്പമില്ല. പിന്നെ സോപ്പോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കുകയും വേണ്ട കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുവാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഉണ്ട്, ഫോളോ ചെയ്യാം കേട്ടോ. ബൈ.